എന്തുകൊണ്ടാണ് കടന്നു വരാതിരുന്നത്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യരുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ അപ്പോസ്തലന്മാർ ഈശോയുടെ കൂടെ 3 വർഷം ഒന്നിച്ച് നടന്നവരാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവായ ഈശോ തൻ്റെ പ്രഥമ ശിഷ്യന്മാരെ വിളിക്കുക. പത്രോസിനെയും അന്ത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ വിളിക്കുന്നത് പ്രഥമ ശിഷ്യന്മാരായിട്ടാണ്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമുക്കറിയാം, ഈശോ നമ്മൾ ആ വചനഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ഈശോ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നടക്കുകയായിരുന്നു. ഗനേസറത്ത് തടാകത്തിൻ്റെ തീരം എന്ന് പറഞ്ഞാൽ ഗലീലി കടൽ. അപ്പോൾ അവിടെ ഈശോ നടക്കുമ്പോൾ കുറേ ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പറയാം, യേശു നിൽക്കുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടുന്നു. ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ഈശോയുടെ ശ്രദ്ധയൊന്ന് മാറുന്നു. ഈശോയുടെ ശ്രദ്ധ മാറുന്നു. എങ്ങോട്ട് മാറണേ? അവിടെ ഒരു കുറച്ച് മീൻപിടുത്തക്കാർ നിൽക്കുന്നു. അവരിലേക്ക് ഈശോയുടെ ശ്രദ്ധ മാറുകയാണ്. എന്താണ് ആ മീൻപിടുത്തക്കാർ ചെയ്യുന്നത്? അവരുടെ വള്ളങ്ങൾ കരയ്ക്ക് കയറ്റിയിട്ടിട്ട് അവർ വല കഴുകി മടക്കി വെക്കുകയാണ്. അതായത് കാലിയായ വള്ളങ്ങളും കാലിയായ വലയും. അതിൻ്റെ കാരണം എന്താണ്? കാരണം പത്രോസ് പിന്നീട് ഈശോയോട് പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതാണ് കാരണം. അപ്പോൾ നിരാശ പൂണ്ട അപ്പോസ്തലന്മാരാണ്. വിഷാദമുള്ള മുഖമാണ്, തകർന്നു പോയ ഹൃദയങ്ങളാണ് അവരുടെ. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇന്ന് പട്ടിണിയാണ്. അവരുടെ കാലിയായ വള്ളങ്ങളും കാലിയായ മലയും കണ്ടിട്ടാണ് ഈശോ അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? ആ വള്ളങ്ങളിൽ ഒന്നിൽ കയറിയിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യവും. യേശു ഇല്ലാത്ത വള്ളത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. യേശു ഇല്ലാത്ത വള്ളത്തിൽ അത്രയും സമയം അവർ യേശുവിനെ പരിചയപ്പെട്ടിട്ടില്ല. യേശു അവരുടെ വള്ളത്തിൽ കയറിയിട്ടില്ല. അവർ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഇതാ യേശുവിൻ്റെ സാന്നിധ്യം. ഈശോ അവരുടെ വള്ളത്തിൽ പോയിരിക്കുന്നു. വള്ളത്തിൽ പോയിരുന്ന് വചനം പഠിപ്പിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. അവിടെ ഇരുന്ന് ആളുകളോടൊക്കെ ഇന്ന് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം പഠിപ്പിക്കൽ കഴിഞ്ഞ്, പ്രബോധനം കഴിഞ്ഞ് ഈശോ പറയാണ്, വള്ളം ഒരല്പം കൂടെ വെള്ളത്തിലേക്ക് നീക്കിയിടുക. അങ്ങനെ അവർ അല്പം കൂടെ നീക്കിയിട്ടപ്പോൾ ഈശോ പറയാണ്, ദൂഖ് ഇൻ ആൾത്തും, ആഴത്തിലേക്ക് വലയെറിയുക. ആഴത്തിലേക്ക് എറിയാൻ പറയാണ് പത്രോസിന്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഒരല്പം മാത്രം, കരയിൽ നിന്ന് ഒരല്പം മാത്രം വെള്ളത്തിലേക്ക് വള്ളം നീക്കിയിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവർ ഈശോയുമായിട്ട് സംസാരിക്കുന്നത്. അതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല. ഈശോയെ ആദ്യമായിട്ടാണ് എല്ലാ ശിഷ്യരും ഒരുമിച്ച് കാണുന്നത്, ഈ മീൻപിടുത്തക്കാർ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഈശോ വന്ന് നിന്നു. അവരോട് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചൊന്നും പത്രോസ് ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. യേശു ഒരു മീൻപിടുത്തക്കാരനല്ല. യേശു ഒരു തച്ചൻ്റെ മകനാണ്. ഒരു പക്ഷേ ആശാരിപ്പണി, തച്ചൻ്റെ പണി ഈശോയ്ക്ക് അറിയാമായിരിക്കാം. മീൻപിടുത്തക്കാരനെ അല്ല. പത്രോസ് അങ്ങനെയല്ല. പത്രോസ് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു മീൻപിടുത്തക്കാരനാണ്. ഈശോയേക്കാൾ 12 വയസ്സിന് മൂത്ത ആളാണ്. തന്നെയല്ല, പരമ്പരാഗതമായ മീൻപിടുത്തക്കാരനാണ് പത്രോസ്. എക്സ്പേർട്ടായിട്ടുള്ള മത്സ്യം പിടിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള പത്രോസ് പറയാണ്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞത് നിമിത്തം ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ സായാഹ്നത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഒരുപക്ഷെ ഈ സമയത്ത് വളരെ നിരാശയോടെ, സങ്കടത്തോടെ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേരുണ്ടാവും. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും നമുക്ക് കിട്ടാത്ത, നമുക്ക് എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് സാധിക്കാത്ത നമ്മുടെ ജീവിതത്തിലെ ചില നേട്ടങ്ങൾ, ചില വിജയങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വളരെ നിരാശപ്പെട്ടിട്ടുണ്ട്. ചില ബന്ധങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ചില അനുരഞ്ജനമില്ലാത്ത അവസ്ഥകൾ, തകർന്നു പോയ അനുരഞ്ജനമില്ലാത്ത അവസ്ഥകളൊക്കെ, ചിലപ്പോൾ വളരെ നഷ്ടങ്ങൾ, ഒത്തിരി വേർപാടുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളായിരിക്കാം നമ്മളിവിടെ. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈശോ നമ്മുടെ വള്ളത്തിൽ, നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലേക്ക് കയറിയിരുന്നാൽ ഈ സഹനങ്ങളും ഈ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല. ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും സഹനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല, രോഗമുണ്ടാവില്ല എന്ന് ഉറപ്പില്ല. സഹനങ്ങളും രോഗങ്ങളൊക്കെ ഈശോ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഈശോ അനുവദിക്കും, രോഗങ്ങൾ അനുവദിക്കും, വേദനകൾ അനുവദിക്കും. അങ്ങനെ അനുവദിക്കാത്തൊരു ബന്ധമല്ല ദൈവത്തിൻ്റേത്. പക്ഷെ ആ അനുവദിച്ചാൽ പോലും, അനുവദിക്കുമ്പോഴും നമുക്കൊരു ശക്തി കിട്ടുന്നു, ഒരു കൃപ കിട്ടുന്നു. എന്താണത്? ആ സഹനത്തെ നേരിടാനുള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. ആ സഹനത്തെ നേരിടാനുള്ള ശക്തി നമുക്ക് ഇടുന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ തകർന്നു പോകില്ല, എന്ത് സംഭവിച്ചാലും നമ്മൾ തളർന്നു പോകില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകില്ല.
അങ്ങനെയാണ് നമ്മളെ നിരന്തരം നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ നയിക്കുന്നത്. ഒരിക്കലും നമ്മൾ തളർന്നു പോകില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈശോയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമുക്ക് ധൈര്യമുള്ളപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും സഹനങ്ങൾ വന്നാലും നമ്മൾ ഭയപ്പെടുകയില്ല. ഇതെല്ലാം വരും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഈശോയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വന്നതിൽ അവർ അത്യന്തം ആനന്ദിച്ചു എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വന്നതിൽ അപ്പോസ്തലന്മാർ അത്യന്തം ആനന്ദിച്ച് തുള്ളിച്ചാടി. കാരണം അവരെ സംബന്ധിച്ച് ആ സഹനം ഒരു സഹനമല്ല. കാരണം ആ സഹനം തന്നെ മാധുര്യമുള്ള സഹനമാക്കി ഈശോ മാറ്റിത്തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ കാണുക, ഈശോ ഈ അപ്പോസ്തലന്മാരുടെ അടുത്ത് ചെല്ലുന്നു. അവര് വെള്ളത്തിലേക്ക് നീക്കുന്നു. ഈശോ പറഞ്ഞതനുസരിച്ച് അവർ ആഴത്തിലേക്ക് വലയെറിയുന്നു. എന്താ സംഭവിച്ചേ? വല നിറച്ച് മത്സ്യങ്ങൾ അവർക്ക് കിട്ടുകയാണ്. 2 വള്ളങ്ങൾ നിറയോളം. ഒരു വള്ളത്തിലേ ഈശോ ഇരുന്നുള്ളൂ. പക്ഷേ മറ്റേ വള്ളക്കാരെയും ആംഗ്യം കാണിച്ചു, അയൽക്കാരെയും ആംഗ്യം വിളിച്ച് അവർക്ക് കൂടി രക്ഷപ്രദാനം ചെയ്യുന്ന അനുഭവം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ വന്നു കഴിയുമ്പോഴുള്ള, ഈശോ നമ്മുടെ കൂടെ വസിക്കുമ്പോഴുള്ള, പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ നിറയുമ്പോഴുള്ള വലിയൊരു അനുഭവമാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ ഈ അപ്പോസ്തലന്മാർ എന്താ ചെയ്തേ? അവരുടെ എല്ലാ വിഷാദവും മാറി, സങ്കടങ്ങളെല്ലാം മാറി, അവരുടെ ഇല്ലായ്മകൾ കർത്താവ് നിറവുകളാക്കി മാറ്റി. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ കാലിയായ വള്ളങ്ങളാണ്, കാലിയായ വലയാണ് എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്. ശൂന്യത, ഇല്ലായ്മയാണ്. ഇല്ലായ്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇല്ലായ്മ, മനുഷ്യൻ്റെ ശൂന്യത എന്ന് പറയുന്നത് ദൈവത്തിന് സൃഷ്ടികർമ്മത്തിനുള്ള ഒരു സാധ്യതയാണ്. ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ എന്നൊക്കെ പറയുന്നത് അത് നിരാശയുടെയോ നാശത്തിൻ്റെയോ അടയാളങ്ങളല്ല. ഈശോയ്ക്ക് അത് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയാണ്. കാരണം എന്താ? ഇല്ലായ്മയിൽ, ശൂന്യതയിലാണ് കർത്താവ് സൃഷ്ടി നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് കർത്താവ് സൃഷ്ടി നടത്തുക? ശൂന്യതയിലാണ്, ഇല്ലായ്മയിലാണ് കർത്താവ് സൃഷ്ടി നടത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എൻ്റെ ഇടവകയിൽ ഒരു കുടുംബമുണ്ട്. അവർ ഏക മകനാണ്, ആക്സിഡൻറ്റിൽ മരിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മരിച്ചിട്ട് 3 മാസമായിട്ടുണ്ടായുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഹസ്ബൻഡും വൈഫും അവരാകെ തകർന്ന്, എന്താ പറയുക, തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ചെല്ലുക. അപ്പോൾ അവർ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട്, മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു എന്നുള്ളൊരു പ്രശ്നമാണ് അത്. ആ ഒരു വിഷാദം, ആ ഒരു സങ്കടം, അതിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കണോ, ഇനി വിശ്വസിക്കണോ, കർത്താവ് എന്തിനു ഞങ്ങളോട് ഇത് ചെയ്തു? അന്ന് ഈ പയ്യനാണെങ്കിൽ നല്ല പയ്യൻ, 12ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവൻ ഏറ്റവും നല്ല മാതൃകയായ നല്ലൊരു കുട്ടിയാണ്. എൻ്റെ 17 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവൻ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ സ്പോട്ടിൽ മരിച്ചു ആൾ. അപ്പോൾ ആ അവസ്ഥയിൽ ഈ കുടുംബം, ഇതുപോലെ ധാരാളം കുടുംബങ്ങളുണ്ട്. ഈ അനുഭവത്തിൽ തന്നെയുള്ള ഒത്തിരി കുടുംബങ്ങൾ, എൻ്റെ തന്നെ പരിചയത്തിൽ ധാരാളം പേരുടെ മക്കൾ, ആ ഏജിൽ മരിച്ച മക്കൾ എനിക്ക് അറിയാവുന്നതാണ്. ആ കുടുംബങ്ങളോടൊക്കെ എന്താണ് പറയേണ്ടതെന്നും നമുക്കറിയാൻ പാടില്ല ചില സമയങ്ങളിൽ. പക്ഷേ അവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ കുടുംബങ്ങൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെന്നുള്ള മട്ടിലാണ് അവരതിനെ കാണുക. ആദ്യം അവരിതെന്തുകൊണ്ട് കർത്താവ് ഇത് ചെയ്തു, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു എന്നൊക്കെയാണ് അവരെപ്പോഴും ചിന്തിക്കുക. പക്ഷേ പ്രിയമുള്ളവരെ, അവർ ആ ഒരു അനുഭവത്തിൽ നിന്ന് വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ ഈ സംഭവങ്ങളൊക്കെ പിന്നീട് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയാം. ഈശോ ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ഉദ്ധാനം ചെയ്ത കർത്താവ് എന്താണ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്? എന്താണ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്? ഉദ്ധിതനായ കർത്താവിന് കാണിച്ചു കൊടുക്കാനുള്ളത് എന്താണ്? മുറിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഉദ്ധിതനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത് മുറിവുകളാണ്, അല്ലേ? മുറിവുകളാണ്. തോമസിനോട് പറഞ്ഞു, തോമസ്, നീ ഇവിടെ അടുത്ത് വരിക, എൻ്റെ മുറിവുകൾ കാണുക, ഈ മുറിവിലേക്ക്, നിന്റെ ഈ ആണിപ്പഴുതുകളിലേക്ക് നിന്റെ വിരൽ കൊണ്ട് തൊടുക, അങ്ങനെ പറയാം, അല്ലേ? അതായത് ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ള മുറിവാണ്. എന്താണ് ഈ മുറിവിൻ്റെ പ്രത്യേകത? ഈശോയുടെ മുറിവ് ഒരു പരാജയത്തിൻ്റെ മുറിവല്ല. ഈശോയുടെ മുറിവ് ഒരു പരാജയത്തിൻ്റെ മുറിവല്ല. നിവൃത്തിയില്ലാതെ കുരിശിൽ മരിച്ചു പോയ ആളല്ല കർത്താവ്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് പാപത്തെയും മരണത്തെയും ജയിച്ച തിരുമുറിവാണ്. ഈശോയുടെ മുറിവ് തിരുമുറിവാണ്. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈശോയുടെ തിരുമുറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളൊക്കെ കർത്താവിൻ്റെ തിരുമുറിവുകളാക്കി കർത്താവ് മാറ്റുകയാണ്. അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോയാൽ, മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കർത്താവ് നോക്കുന്നത് എന്താണ്? നമ്മുടെ മുറിവുകളാണ് നോക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുറിവുകളാണ് നോക്കുക. എന്ത് മുറിവുകളാണ് നോക്കുക? സ്നേഹത്തെ പ്രതി, ത്യാഗത്തെ പ്രതി നമ്മൾ എടുത്തിട്ടുള്ള മുറിവുകൾ. എൻ്റെ മക്കളെ സ്നേഹിക്കാൻ, എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ, എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള ത്യാഗം, ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന,
ആ ത്യാഗത്തിൻ്റെയും വേദനയുടെയും സ്നേഹത്തിൻ്റെ മുറിവുകളാണ് കർത്താവ് നോക്കുക, അല്ലാതെ മറ്റൊന്നുമല്ല കർത്താവ് നോക്കുക. നമ്മൾ എത്രമാത്രം വിശ്വസിച്ചു, നമ്മൾ എത്രമാത്രം നന്മ ചെയ്തു, അതിനേക്കാളൊക്കെ ഉപരി നന്മ ചെയ്യുമ്പോഴാണ്. നന്മ ചെയ്യണമെങ്കിൽ ത്യാഗം വേണം, തീർച്ചയായിട്ടും ത്യാഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയാ, നിന്റെ വിശ്വാസത്തിൻ്റെ അളവ് നോക്കിയിട്ടോ, നീ കൊടുത്ത ഉപവാസത്തിന്, നീ എടുത്ത ഉപവാസത്തിൻ്റെ അളവ് നോക്കിയിട്ടോ ഒന്നുമല്ല, മറിച്ച് അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താ? അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ എന്നുള്ളതാണ്. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നോ എന്നുള്ളതാണ്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ എന്നുള്ളതാണ്. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചോ എന്നുള്ളതാണ്. ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് അഭയം നൽകി എന്നുള്ളതാണ്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ എന്നുള്ളതാണ്. എന്നിട്ട് ഈശോ പറയാണ്, ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഫലമില്ലാതെ പോകുന്നില്ല എന്നാണ് സത്യം. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഫലമില്ലാതെ പോകുന്നു. എല്ലാ നന്മകളും കർത്താവ് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മുറിവുകളായിട്ട് നമ്മുടെ ആത്മാവിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും, അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവരെ അറിയിക്കാതെയും അറിയിച്ചും നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും ഫലമില്ലാതെ പോകുന്നില്ല. എല്ലാ നന്മകൾക്കും പ്രതിഫലമുണ്ട്. അത് കർത്താവ് കാണിക്കുന്ന തിരുമുറിവാണ്. ഈശോയ്ക്ക് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണിച്ചു കൊടുക്കാനുള്ള തിരുമുറിവുകളാണ് നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ. നമ്മൾ ക്ഷമിക്കുമ്പോൾ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ ഞാൻ എളിമയോടുകൂടെ, വിനയത്തോടുകൂടെ ഒരു സഹോദരനോട് ക്ഷമിക്കുമ്പോൾ ഞാൻ ഏൽക്കുന്ന ഒരു മുറിവുണ്ട്. ആ മുറിവാണ് തിരുമുറിവെന്ന് പറയുക. ആരും പോലും ഇല്ലാത്ത എൻ്റെ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, അവരെ പരിചരിക്കാൻ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗമാണ് പ്രിയമുള്ളവരെ തിരുമുറിവ് എന്ന് പറയുക. ഭർത്താവ് എത്രമാത്രം സ്നേഹിക്കാതിരുന്നിട്ടും, എത്രമാത്രം തള്ളിപ്പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കാൻ കാണിക്കുന്ന ഒരു ഭാര്യയുടെ ആത്മസമർപ്പണമുണ്ട്. അതാണ് തിരുമുറിവെന്ന് പറയുക. ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു ഇടവകയിൽ എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും, പ്രശ്നങ്ങൾ ഉണ്ടായാലും, ആ ഇടവകയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും തീക്ഷ്ണതയോടെ ജ്വലിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവാണ് തിരുമുറിവെന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശൂന്യതകളിൽ ഈശോ വന്നിരുന്നാൽ നമുക്കുണ്ടാവുന്നതെല്ലാം തിരുമുറിവുകളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരം ഉയർത്തുന്ന ഈശോയ്ക്ക് ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിന്റെ തിരുമുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഫലമില്ലാതെ പോകില്ല എന്നർത്ഥം. ഒരു നന്മയും. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിട്ട് നമ്മൾ മാറണം. നന്മ ചെയ്യുന്നതിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിട്ട് നമ്മൾ മാറണം. എത്ര മറ്റുള്ള മനുഷ്യരുടെ കയ്യടി മേടിക്കാനോ, മറ്റുള്ള മനുഷ്യരുടെ പ്രോത്സാഹനം കിട്ടാനോ ഒന്നുമല്ല, സൽപ്പേര് കിട്ടാനോ ഒന്നുമല്ല, മറിച്ച് ഈശോയെ പ്രതി നമ്മൾ ചെയ്യുന്ന നന്മയാണത്. എൻ്റെ നാമത്തിൽ എന്ന് ഈശോ പറയാം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാ ചെയ്തതെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാണത് ചെയ്യുക. ഈശോയുള്ള സ്നേഹത്തെ പ്രതി. കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു ക്ഷമിക്കാനായിട്ട്, പൊറുക്കാനായിട്ട്, മറക്കാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്, സ്നേഹിക്കാനായിട്ട്, പങ്കുവയ്ക്കാനായിട്ട് ഈശോയുടെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന ഒരു സ്നേഹത്താൽ നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളാണ് നമുക്ക് തിരുമുറിവുകൾ ഉണ്ടാക്കി തരിക. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ഫലമില്ലാതെ പോകില്ല. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും യേശുനാമത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. എന്ത് ചെയ്യുമ്പോഴും യേശുനാമത്തിൽ ചെയ്യണം. നമുക്കറിയാലോ, പത്രോസും കൂട്ടരൊക്കെ പെന്തക്കോസ്ത കഴിഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങുകയാണ്. സഹ്യോൻ ഉടിശാലയിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായം, ദേവാലയത്തിൻ്റെ, ജെറൂസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഒരു തളർവാദ രോഗി ഇരിക്കുകയാണ്. ഈ തളർവാദ രോഗി എല്ലാവരും എല്ലാ ദിവസവും കാണാറുള്ളതാണ്. ഈ തളർവാദ രോഗി അപ്പോസ്തലന്മാർ വന്നപ്പോൾ അവരോടും പറഞ്ഞു, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? പത്രോസ് പറയുകയാണ്, സൂക്ഷിച്ചു നോക്കാൻ പറയും. ഈ തളർവാദ രോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പറയും. അങ്ങനെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഈ തളർവാദ രോഗിയോട് പത്രോസ് എന്താ പറയാ? വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല, വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അപ്പൊ എന്താ പത്രോസിന്റെ കൈവശമുള്ളത്? പത്രോസിന്റെ കൈവശമുള്ളത് ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അതെന്താ? യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനെ നമുക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ട്. യേശുവിന്റെ നാമത്തെ 3 പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞ ആളാണ് പത്രോസ്, അല്ലേ? യേശുവിന്റെ നാമത്തെ എനിക്കവനെ അറിയില്ല എന്ന് 3 വട്ടം ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് ഇപ്പോ പറയാണ്, യേശുനാമത്തിൽ
വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ഇതേ പത്രോസ് തന്നെ അധികാരികളുടെ യഹൂദ പ്രമാണിമാരുടെ മുമ്പിൽ പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ ദൈവമായ കർത്താവ് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അതുകൊണ്ട് അവന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന്റെ നാമത്തെ ശക്തിയുക്തം ഈ പത്രോസ് ഏറ്റെടുക്കുകയും പ്രഘോഷിക്കുകയും മരണഭയമില്ലാതെ ധീരതയോടെ ആളുകളുടെ മുമ്പിൽ സാക്ഷ്യം നൽകുകയും ചെയ്തത് ആത്മാവിന്റെ അഭിഷേകം പത്രോസിന് കിട്ടിയതിനു ശേഷമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തായ്ക്ക് ശേഷമാണ്. അപ്പോൾ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചപ്പോഴാണ് പത്രോസിന് ധൈര്യം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഈശോ നമ്മുടെ കൂടെ വേണം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വേണം. നമ്മുടെ ഒരധ്വാനവും നമ്മുടെ മാത്രം ഫലമാവരുത്. നമ്മുടെ ഒരു കാര്യവും യേശുനാമത്തിലല്ലാതെ ആവരുത്. നമ്മൾ ചെയ്യുന്ന ഒരു നന്മ പോലും യേശുനാമത്തിലല്ലാതെ ആവരുത്. എല്ലാം യേശുനാമത്തിലായിരിക്കണം. പണ്ടൊക്കെ വിശുദ്ധന്മാര് അവരിങ്ങനെ എഴുതും, ആദ് മയോരൻ ദേയി ഗ്ലോറിയ ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മഹത്വത്തിന് എന്ത് ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിന് അങ്ങനെ നമ്മളൊന്ന് പരിശീലിക്കണം. നമ്മുടെ മക്കളെയും പരിശീലിപ്പിക്കണം. എന്ത് ചെയ്യുമ്പോഴും യേശുനാമത്തിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാവുന്നതിനായിട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരിശീലിപ്പിക്കണം. നമ്മൾ അങ്ങനെ പരിശീലിക്കണം. എന്ത് ചെയ്യുമ്പോഴും യേശുനാമത്തിൽ ചെയ്യുക. ഒരാൾക്ക് വെള്ളം കൊടുക്കുകയാണ്, യേശുനാമത്തിൽ ചെയ്യുക. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അങ്ങനെ പറയുന്നതിനാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായിട്ട് തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ടുപാടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് കൈയടിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കൈയടിക്കണോടോ, കൈയടിക്കണോടോ, എല്ലാവരും കൈയടിച്ച് പാട്ട് പാടണം. കാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട്, അസ്ഥികളുടെ താഴ്വാരത്തിന്റെ വലിയൊരു ദർശനം കൊടുത്തിട്ട്. എസെക്കിയേൽ പുസ്തകം 37-ാമത്തെ അധ്യായത്തിലാണ് ഒരു സെമിത്തേരി പോലുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് പറയാ, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ വചനം പറയാം. ഈ ഉണങ്ങിയ അസ്ഥികൾ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്ന്, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യം പോലെ എഴുന്നേറ്റ് നിന്ന് ആരവം മുഴക്കുമെന്ന് പറയാം. കാരണം ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് യുദ്ധത്തിന് തയ്യാറായ ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ കർത്താവിന് കഴിയുമെന്ന്. അപ്പൊ നമ്മുടെ ഏത് നിരാശയിൽ നിന്നും, ഏത് ജീർണ അവസ്ഥയിൽ നിന്നും, ഏത് സങ്കടത്തിൽ നിന്നും നമ്മളെ കൈപിടിച്ചുയർത്താൻ നമ്മുടെ കർത്താവിന് കഴിയും. ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഏലിയാ പ്രവാചകനെ നമുക്കറിയാം. ആഹാബ് രാജാവിന്റെ കാലത്ത് ഏലിയാ പ്രവാചകൻ പറഞ്ഞു, ബാൽ ദേവനെ കൂടാതെ ഒന്നും സാധ്യമല്ല. ഈ ബാൽ ദേവൻ എന്ന് പറഞ്ഞാല് മഴ പെയ്യിക്കുന്ന ദേവനായിട്ട് കണ്ടിരുന്നത്, ഫലഭൂയിഷ്ടി നൽകുന്ന കൃഷിയുടെ ദേവനായിട്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ് ബാൽ ദേവന്റെ പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ എല്ലാം ഈ ആഹാബ് രാജാവ് കൊണ്ടുവരിക. ഇവിടെ ഒരു മത്സരം നടക്കുക. ആരാണ് ശരിക്കുള്ള ദൈവം?
കർത്താവായ ദൈവമാണോ അല്ല ബാലാണോ ദൈവം? അപ്പൊ ആ മത്സരത്തില് ഏലിയ ഒരു വെല്ലുവിളി നടത്തുന്നു. ആ വെല്ലുവിളി അനുസരിച്ച് ഒരു ബലിപീഠം ഉണ്ടാക്കാൻ പറയും. ആ ബലിപീഠത്തിൽ അവരുടെ കാഴ്ച വെച്ച് ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഏലിയ കർത്താവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും, യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കും. മത്സരം നടന്നു. ഒരു ദിവസം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ബാൽ വന്നില്ല. അതേസമയം നിമിഷങ്ങൾ കൊണ്ട് ഏലിയായുടെ പ്രാർത്ഥന ആരംഭിച്ച നിമിഷം തന്നെ സ്വർഗത്തിൽ അഗ്നി ഇറക്കി കർത്താവ് ബലി സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുക. ആ ഒരു ആത്മബന്ധം, ഏലിയായും ദൈവവും തമ്മിലുള്ള ആത്മബന്ധം, പരിശുദ്ധാത്മ നിറവിലുണ്ടായ ബന്ധം ഈ നിമിഷം നമ്മളിലേക്ക് അതിന്റെ അഭിഷേകം നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് ഇറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് ഇറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ആവേശത്തോടെ പരിശുദ്ധാത്മ ശക്തിയുടെ നിറവിനായി പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ ആഘോഷം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് മോശ. 430 വർഷത്തെ അടിമത്തം. ആ അടിമത്തത്തിൽ നിന്ന് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരികയാണ്. മരുഭൂമിയിലൂടെ ചെങ്കടലെല്ലാം കടന്ന് 40 വർഷം മരുഭൂമിയിൽ. കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. ഇതെല്ലാം അത്ഭുതകരമായിട്ട് കർത്താവ് കൊടുക്കുകയാണ്. മന്ന വർഷിച്ച്, കാടപ്പക്ഷിയെ വർഷിച്ച്. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി കൊടുത്ത് അത്ഭുതകരമായി. രാത്രി അഗ്നിസ്തംഭമായി, പകൽ മേഘത്തൂണായി കർത്താവ് സുരക്ഷിതമായിട്ട് ഇസ്രായേലിനെ നയിക്കുക. വാഗ്ദാന പേടകം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. വാഗ്ദാന പേടകത്തിൽ കർത്താവ് വന്ന് വസിച്ചു. ഇസ്രായേലിന് മുൻപേ വാഗ്ദാന പേടകം സഞ്ചരിച്ചു. തന്റെ ജനത്തെ, നിങ്ങൾ എന്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഉടമ്പടി ബന്ധം സ്ഥാപിച്ച് ഒരിക്കലും ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞില്ല കർത്താവ്. ആ ഒരു സ്നേഹം, പ്രിയപ്പെട്ടവരെ, അന്നും ഇന്നും എന്നും ദൈവം ഒരാൾ തന്നെയാണ്. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച അതേ കർത്താവാണ് നമ്മുടെ ദൈവം. പഴയ നിയമത്തിൽ പിതാവായും പുതിയ നിയമത്തിൽ പുത്രനായും ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവായും നമുക്ക് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി തരുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം സജീവ ദൈവമാണ്, യഥാർത്ഥ ദൈവമാണ്. ഇന്നും ജീവിക്കുന്ന കർത്താവ് അപ്പത്തിൽ ജീവിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു, തിരുവോസ്തി രൂപനായി ജീവിക്കുന്നു, ഭൂതാശകളിൽ ജീവിക്കുന്നു, ദൈവവചനത്തിൽ ജീവിക്കുന്നു, നമ്മുടെ ജീവനിൽ ജീവിക്കുന്നു, ആത്മാവിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി അത് നമുക്ക് ആവശ്യമാണ്. ആത്മാവിൽ അതൊന്നും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നയിച്ചപ്പോഴാണ് അപ്പോസ്തലന്മാർക്ക് ധൈര്യമുണ്ടായത്. അതുവരെ അവർ ഭയചകിതരായിരുന്നു. അവർ കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അതേ അപ്പോസ്തലന്മാർ ആത്മാവിന്റെ നിറവിൽ ധീരതയോടെ എല്ലായിടത്തും പ്രഘോഷിച്ചു, കർത്താവ് മാത്രമാണ് ദൈവമെന്ന്. യേശുവിനെ നിങ്ങൾ കുരിശിൽ തറച്ചു, അവൻ ഇന്നും ജീവിക്കുന്നു, അവന്റെ നാമത്തിൽ നിങ്ങൾ പ്രഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് ധീരതയോടെ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ വേദനകളിലും നമുക്ക് ധീരതയോടെ നിൽക്കാൻ യേശുവിന്റെ സാന്നിധ്യം വേണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിനോട് ചോദിച്ചു. വലിയൊരു മാനസാന്തരമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് പ്രധാനപ്പെട്ടതാണ്. എന്തെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട പോയി. അതുകൊണ്ട് കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മ ശക്തിയില്ലാതെ കർത്താവ് ദൈവമാണെന്ന് പ്രഘോഷിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. യേശു കർത്താവാണെന്ന് പറയാൻ പോലും പരിശുദ്ധാത്മാവ് വേണം. നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് വേണം. ആത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇസ്രായേലിന്റെ മേൽ സീനായി മലയിൽ വെച്ച് നിറഞ്ഞതുപോലെ ആത്മാവെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിലാണ്
12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയാം, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. പിതാവിനെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 17:3. പിതാവിനെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ അറിവ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അറിവ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ നമുക്ക് ഒരു രഹസ്യം അറിയാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ ഒരു ശുശ്രൂഷയും വിജയിക്കില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ ഒരു വചനവും പ്രഘോഷിക്കപ്പെടുകയില്ല. സ്തുതിക്കുന്നു ഈശോ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ വെളിച്ചമില്ല. യേശു കുരിശിൽ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശു കുരിശിൽ മരിക്കുമ്പോൾ ഭൂമി ഇരുട്ടുപോയി. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ കാരണം എന്താ? യോഹന്നാന്റെ സുവിശേഷം 8:12 ലോകത്തിന്റെ വെളിച്ചമായവൻ കുരിശിൽ അസ്തമിച്ചു. ലോകത്തിന്റെ വെളിച്ചമായവൻ കുരിശിൽ അസ്തമിച്ചു. ആ നിമിഷം ലോകം മുഴുവൻ ഇരുട്ടിലാണ്. യേശുവില്ലാത്ത കുടുംബം ഇരുട്ടിലാണ്. യേശുവില്ലാത്ത മനുഷ്യജീവിതം ഇരുട്ടിലാണ്. യേശുവില്ലാത്ത ലോകം സമൂഹം ഇരുട്ടിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വെളിച്ചമായ ഈശോ, എന്റെ കുടുംബത്തിന്റെ വെളിച്ചമായ ഈശോ, എന്റെ വ്യക്തിജീവിതത്തിന്റെ വെളിച്ചമായ ഈശോ എന്നിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വെളിച്ചം വേണം. എല്ലാവരും ജീവിതത്തിൽ ഈശോയുടെ വെളിച്ചം വേണം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപയോടെ ഇറങ്ങി വരണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചേർന്ന് ഈശോയെ പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഈശോ ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്തു തുടങ്ങുന്നത് ഒരു സിനഗോഗിൽ പ്രവേശിച്ചുകൊണ്ടാണ്. കഫർനാമിലാണ്. കഫർനാം എന്ന് പറഞ്ഞാൽ ഗലീലയിലാണ്. ഈശോയുടെ സ്ഥലമാണ്. ഗലീലയിലെ നസ്രത്തിലാണ് ഈശോ വളർന്നത്. ബെത്ലഹേം, യൂദയായിലെ ബെത്ലഹേമിലാണ് ജനിച്ചത്. പക്ഷേ ഈശോ വളർന്നത് ഗലീലയിലെ നസ്രത്തിലാണ്. അവിടുത്തെ ഗലീലയിലെ മറ്റൊരു പട്ടണമാണ് കഫർനാം. അവിടെയാണ് ഈശോ ഏറ്റവും കൂടുതലായിട്ട് സമയം ചെലവഴിച്ചത് തൻ്റെ പരസ്യജീവിത കാലത്ത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലം ഏതാ? ഗലീലിയാണ്. ഗലീലി, യൂദയല്ല. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഗലീലി എന്ന് പറയുന്ന സ്ഥലം പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലമാണ്. യൂദയ എന്ന് പറയുന്ന സ്ഥലം വലിയ സമ്പന്നരുടെ സ്ഥലമാണ്. ഈശോ ഒരിക്കലും സമ്പന്നരുടെ ഇടയിൽ ജീവിച്ചിട്ടില്ല. യേശു എപ്പോഴും ജീവിച്ചിട്ടുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ്. ഗലീലി എന്ന് പറയുന്ന പ്രദേശത്തെ യൂദയായിലുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. അത് രണ്ട് സ്ഥലത്തുള്ളത് ആരാ? യഹൂദര. 2 സ്ഥലത്തും യഹൂദര തന്നെ. പക്ഷെ ഗലീലയിലുള്ള യഹൂദരെ യൂദയായിലുള്ള യഹൂദർക്ക് ഇഷ്ടമല്ല. കാരണം ഗലീലിലുള്ള യഹൂദര് അവർ വിദ്യാഭ്യാസമില്ലാത്തവരാ, അവർ താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാ, അവർ ഒരുമിച്ച് വിജാതിയരുടെ കൂട്ടത്തോടെ ജീവിക്കുന്ന ആൾക്കാരാ. അവർ യഹൂദരാണെങ്കിലും വിജാതിയർ അവരുടെ കൂട്ടത്തിലുണ്ട്. വിജാതിയരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് ഗലീലിലുള്ള മനുഷ്യർ. അതുകൊണ്ട് ഗലീലിലുള്ള ആളുകളെ അവർ വിളിക്കുന്നത് വിജാതീയ ഗലീലി എന്നാണ്. ജെൻഡൈൽ ഗലീലി അങ്ങനെ വിളിക്കണേ, കളിയാക്കി വിളിക്കുക. കാരണം അവർ വിജാതീയരെ പോലെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് അവർ ചോദിക്കുക, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ? ഈ ഗലീലിലുള്ള മനുഷ്യർക്ക് ശരിയായിട്ടുള്ള ദൈവവിശ്വാസം ഇല്ല എന്നാണ് അവർ പറയുക. അവരൊന്നും വിശ്വസ്തയോടെ ജീവിക്കുന്ന ആളുകളല്ല. അവർ സാബത്ത് ആചരിക്കാറില്ല, അവർ ഉപവസിക്കാറില്ല, അവർ പ്രാർത്ഥിക്കാറില്ല എന്നൊക്കെയാണ് ആര് പറയണേ? യൂദയായിലുള്ള ഈ ഫരിസേയര്, ഈ സദുച്ചേയര്, അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരാ ഇവിടെ മീൻപിടുത്തക്കാര്, ഇവിടെ മരപ്പണിക്കാര്, ഇവിടെ ചുങ്കം പിരിവുകാര്, അങ്ങനെയുള്ള ആളുകളൊക്കെയാ ഈ ഗലീലയിൽ താമസിക്കുക. പക്ഷെ ഓർക്കണം, ഈശോ ജനിച്ചത് യൂദയായിലാണ്, ദാവീദിന്റെ പട്ടണത്തിലാണ്. പക്ഷേ ഈശോ വളർന്നത് ഈ ഗലീലയിലാണ്, പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അവിടെയാണ്, ഏറ്റവും കൂടുതൽ പ്രബോധനങ്ങൾ നടത്തിയത് അവിടെയാണ്, കരുണ കാണിച്ചത് അവിടെയാണ്, അനുകമ്പ പ്രദർശിപ്പിച്ചത് അവിടെയാണ്. അവിടെയുള്ള വിജാതീയരായിട്ടുള്ള നായിനിമിലെ വിധവ, ഒരു വിജാതീയ സ്ത്രീ, പാവപ്പെട്ട വിജാതീയ സ്ത്രീയാണ്. ആ നായിനിമിലെ വിധവയുടെ ഏക മകൻ മരിച്ചു പോയപ്പോൾ ആരും പറയാതെ തന്നെ ആ മകനെ ആ അമ്മയ്ക്ക് ഉയർപ്പിച്ചു കൊടുത്തു ഈശോ. കാരണം എന്താ? അവളോട് അനുകമ്പ തോന്നിയെന്ന് പറയാ. അങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിന്ന് അവരോട് അനുകമ്പ തോന്നിയ കർത്താവ്. അപ്പൊ അവരൊക്കെ വലിയ പാപികളാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ഈശോ
ജീവിച്ചതെന്ന് ഓർക്കണം. ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞത് അവരോടാണ്. ധൂർത്തപുത്രന്റെ ഉപമ ഈശോ പറഞ്ഞത് ഈ പാവപ്പെട്ട മനുഷ്യരോടാ. കാരണം എന്താ? ഇവരൊക്കെ ധൂർത്തപുത്രന്മാരാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ് ഈ ഫരിസേയരൊക്കെ, പ്രമാണിമാരൊക്കെ. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? ഈ ധൂർത്തപുത്രനാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിട്ട് മാറിയത് എന്നാണ്. നമ്മൾ ഓർക്കണം, ഈ പിതാവിന് 2 മക്കളുണ്ടായിട്ട് ഈ ഇളയ മകൻ എല്ലാ സ്വത്തും വാങ്ങിയിട്ട് ധൂർത്തടിക്കാൻ പോയി. ധൂർത്തടിച്ച് കഴിഞ്ഞപ്പോ ഈ പുത്രൻ തിരിച്ചു വന്നപ്പോ പിതാവ് ഒരിക്കലും ചോദിക്കുന്നില്ല, നീ എന്ത് ചെയ്തു, എന്റെ സ്വത്ത് എന്ത് കാണിച്ചു, ഇതൊന്നും ചോദിക്കുന്നില്ല. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഈ മകന്റെ മാനസാന്തരമാണ് പിതാവിന് ഇഷ്ടം. ഈ മകൻ എങ്ങനെയാ മാനസാന്തരം ഉണ്ടായത്? ഈ മകനൊരു ബോധം വന്നു. എന്ത് ബോധം? സുബോധം. എന്താണ് ഈ സുബോധം? അവന്റെ പിതാവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പിതാവിനെ ഓർത്തു എന്നതാണ് സുബോധം. ഞാൻ പുത്രനാണ്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നതാണ് സുബോധം. പാപം ചെയ്തിട്ട് പാപത്തിൽ തന്നെ ജീവിക്കുന്നത് സുബോധമില്ലായ്മ, ബോധമില്ലായ്മ. പാപം ചെയ്തിട്ട് പാപത്തിൽ തന്നെ ജീവിക്കുന്നത് ബോധമില്ലായ്മയാണ്. മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് ആ സങ്കടം പരിഗണിക്കാത്തത് ബോധമില്ലായ്മയാണ്. സമ്പത്തിൽ ആശ്രയിച്ച് സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് ബോധമില്ലായ്മയാണ്. അതുകൊണ്ട് ഈ പുത്രൻ സുബോധം കാണിച്ചു. എന്താണ്? അവന്റെ പിതാവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ആ നല്ല സമരിയക്കാരന്റെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്, ആദ്യം ഒരു പുരോഹിതൻ പോയി തിരിഞ്ഞു നോക്കിയില്ല, പിന്നീട് ഒരു ലേവായൻ പോയി തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? അവരാരും സുബോധമുള്ള മനുഷ്യരായിരുന്നില്ല, സുബോധമില്ലാത്ത മനുഷ്യരായിരുന്നു. അവർക്ക് സുബോധമില്ല എന്ന് പറഞ്ഞെന്താ? അവർക്ക് യഥാർത്ഥത്തിൽ ദൈവമാരാണ്, യഥാർത്ഥത്തിൽ പിതാവാരാണ് എന്നവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുബോധത്തോടെ ജീവിക്കണം. സുബോധം എന്ന് പറയുന്നത് നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ള ബോധമാണ്. എനിക്കൊരു പിതാവുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, കരുതലോടെ കാക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ എക്സുൾത്താത്തെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആനന്ദിച്ച് ആഹ്ലാദിക്കും എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന 5 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ദൈവമുണ്ട്, ദൈവാശ്രയ ബോധം. എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്ന ചിന്തയാണ്. ദൈവാശ്രയ ബോധമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യം വേണ്ടത്, ഒരു വിശ്വാസിക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല. അതാ പൗലോസ് ശ്ലീഹ പറഞ്ഞേ, കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്ന് പൗലോസ് ചോദിച്ചില്ലേ? രോഗമോ പീഡനമോ ഒന്നുമില്ല, പട്ടിണിയോ മരണമോ ഒന്നുമില്ല, ഒന്നും എന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം എന്താ? എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ തളരരുത്, എന്ത് സംഭവിച്ചാലും തളരരുത്. ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വേണം. നമ്മളത് വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3:16, 6:19 അവിടെയൊക്കെ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നീ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നു. ഇതെല്ലാം ഉറച്ച് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. നമുക്കൊരു സംശയമില്ലാതെ ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ധൈര്യപ്പെടുത്തുന്ന കർത്താവ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ എങ്ങനെയാണ്? ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ദൈവാശ്രയ ബോധമാണ്. ദൈവാശ്രയ ബോധം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ബസ്സിൽ കയറുമ്പോൾ ഈ മുകളിലത്തെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച അനങ്ങൂല എന്ന് പറയുമല്ലോ, അതുപോലെയാണ്. അതുപോലൊരു പിടിയാണ്, ഒരു പിടിവള്ളിയാണ് കർത്താവിലുള്ള ആശ്രയം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല എന്ന് സങ്കീർത്തകൻ പാടുന്നത് പോലെയാണ്. കർത്താവിൻ്റെ പരിചയമാണ് എൻ്റെ കോട്ടയാണ്, കർത്താവിൻ്റെ പരിചയമാണ് എൻ്റെ കോട്ടയാണ്, എൻ്റെ അഭയശിലയാണ് കർത്താവ്. ഇങ്ങനെ സങ്കീർത്തകൻ പാടും. അപ്പോൾ ഇത് വിശ്വാസമാണ്. ഇപ്പം നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഈ ദൈവാശ്രയ ബോധമാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ പാപം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളെ കർത്താവ് തള്ളിക്കളയില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ കർത്താവ് ഞാൻ പാപിയായതുകൊണ്ട് എൻ്റെ കർത്താവ് തള്ളിക്കളഞ്ഞു. ഇല്ല. നമ്മൾ ഓർക്കണം, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ തിരശീല, ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിപ്പോയി ഇല്ലേ? മത്തായി സുവിശേഷം പറയുന്നുണ്ട്, മർക്കോസ് സുവിശേഷം പറയുന്നുണ്ട്. എന്താണ് നെടുകെ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ, ആ തിരശീല എന്തിനായിരുന്നു? പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തിരശീലയായിരുന്നു ജെറൂസലേം ദേവാലയത്തിലെ തിരശീല. 60 അടി നീളവും 30 അടി വീതിയും 4 ഇഞ്ച് കനവുമുള്ള തിരശീലയാണ്. അതിവിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിലാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുക. എന്താണ്? പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാൻ പാടില്ല. പാപിയായ മനുഷ്യന്റെ നിഴൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ വീഴാൻ പാടില്ല. അതിന് കട്ടിയുള്ള ഒരു തിരശീല വെച്ചിരിക്കുകയാണ്. ആ തിരശീല ഈശോയുടെ മരണത്തോടെ കീറിപ്പോയി.
എന്താ അതിനർത്ഥം? ആരാ കീറിയത്? മുകളിൽ നിന്ന് താഴേക്കാണ്. അത് ദൈവദൂതനാണ് കീറിയത്. എന്താ അതിനർത്ഥം? ഇനി മുതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ ആർക്കാണ് യോഗ്യത? ആർക്കാണ് യോഗ്യത? പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യത എന്ന് യേശു തന്റെ കുരിശിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, തുറന്നു കാട്ടി തന്നു. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നടന്നു ചെല്ലാനുള്ള വാതിൽ തുറന്നു തന്നത് ഈശോയുടെ മരണമാണെന്ന് ഓർക്കണം. ഈശോയുടെ മരണമാണ്. ഇനി ദൈവത്തിൻ്റെയും മനുഷ്യന് മുമ്പിൽ ഒരു മറയില്ല. അതാണ് ദൈവാശ്രയ ബോധം. അതുകൊണ്ട് ഒരിക്കലും ഓർക്കരുത് ഞാൻ പാപം ചെയ്തുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞെന്ന് ഒരിക്കലും പറയരുത്. കാരണം എന്താ? പാപിയായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ കരുണ. ബലഹീനനായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ സ്നേഹം. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൂരെ വെച്ച് തന്നെ അവന്റെ പിതാവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒറ്റ ശ്വാസത്തിലാണ് ഈശോ ഇത്തരം വാക്കുകൾ പറഞ്ഞത്. ആ ഉപമയിൽ ഒറ്റ ശ്വാസത്തിലാണ് ഈശോ പറയുക, ആ ധൂർത്തപുത്രനെ, തൻ്റെ മകനെ പിതാവ് ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇതാണ് ദൈവസ്നേഹം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാപം ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലരുത്. ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടണം. പാപത്തിൽ നിന്ന് മാറി ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. പക്ഷേ നമ്മൾ പാപിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് അതാ. രണ്ടാമത് വേണ്ടത് എന്താ? ഫ്രാൻസിസ് പാപ്പ പറയാണ്, രണ്ടാമത് വേണ്ടത് ആനന്ദമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് എന്താ? സന്തോഷമാണ്. ഹൃദയത്തിൽ ആനന്ദം വേണം, ഹൃദയത്തിൽ സന്തോഷം വേണം. നിരാശയിൽ ജീവിക്കരുത്, കരഞ്ഞ് ജീവിക്കരുത്, വിഷാദത്തോടെ ജീവിക്കരുത്. എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നീ എന്തിന് വിഷാദപ്പെടുന്നു? എൻ്റെ ആത്മാവേ എന്തിന് നീ വിഷാദിക്കുന്നു എന്ന് ചോദിക്കുന്നില്ലേ? അതുപോലെയാണ് നമ്മുടെ ആത്മാവ്. നമ്മൾ വിഷാദത്തിൽ ജീവിക്കരുത്, നിരാശയിൽ ജീവിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് ജീവിതം തീർക്കും. അത് പിശാചിന്റെ തട്ടിപ്പാണ്, പൈശാചികമായ സ്വാധീനമാണ്. എപ്പോഴും ഓർക്കുക, പിശാച് പല രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ വരിക. ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പോലെ പൈശാചിക ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹീസ് റോളിംഗ് റൗണ്ട് ലൈക്ക് എ റോറിംഗ് ലയൺ. അവൻ അലറുന്ന സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും ചുറ്റി നടപ്പുണ്ട്, സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും പരാതി പറഞ്ഞ് ജീവിക്കരുത്, ഒരിക്കലും പരിഭവം മാത്രം പറയരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് കുറ്റം മാത്രം പറയുക, നെഗറ്റീവ് മാത്രം ചിന്തിക്കുക, അങ്ങനെയില്ല. ആനന്ദം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നുള്ള ശക്തമായ വിശ്വാസത്തിൽ നിന്നാണ് ഈ ആനന്ദം വരേണ്ടത്. അതാണ് മൂന്നാമത്തെ കാര്യം ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത്. ധൈര്യമാണ്, ധീരത. കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അതുകൊണ്ട് ഗർഭചിത്രം ഒരു പരിഹാരമല്ല. ഗർഭചിത്രത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു മനുഷ്യനെയും തള്ളിപ്പറയരുത്, ഒരു മനുഷ്യനെയും മാറ്റി നിർത്തരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധീരത വേണം, ധൈര്യം വേണം. നന്മ ചെയ്യാനുള്ള ധീരത, ക്ഷമിക്കാനുള്ള ധീരത. ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ ധൈര്യം വേണം, ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിൽ ധൈര്യം വേണം. അതാണ് ധീരത എന്ന് പറയാം. നന്മ ചെയ്യാനുള്ള ധീരത നമുക്കുണ്ടാവണം. വിശ്വാസത്തോടെ ജോലിയെടുക്കാനുള്ള ധീരത നമുക്കുണ്ടാവണം. ഇതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മൂന്നാമത്തെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരാവണം. കരുതലുള്ള പല കുടുംബങ്ങളിൽ ഇന്ന് നമുക്കറിയാലോ, എത്രയോ കുടുംബങ്ങളിലാണ് ഈ കെട്ടിവന്ന പെണ്ണ് ആ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ തള്ളിപ്പറയുന്നത്, മാറി താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുക ആ കുടുംബത്തിൽ. ഇഷ്ടം പോലെ ധാരാളം കുടുംബങ്ങൾ ഇന്ന് അങ്ങനെയുണ്ട്, ധാരാളം കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബ സമാധാനം നിലനിർത്തണം. അതിന് നമ്മൾ മുൻകൈയെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ സമാധാനം നിലനിൽക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വാസമുണ്ടാവണം. അതുകൊണ്ട് കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ നമ്മൾ മാനിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന വേണം. നമുക്കറിയാലോ, ഈശോ 72 ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവരെ അയക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. 72 ശിഷ്യന്മാരെ യേശു പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ ഈ 72 ശിഷ്യന്മാരെ ഈ 2 പേരെ ആയിട്ട് ഈശോ അയക്കുകയാണ്. ഈ 2 പേരെ അയക്കുകയാണ്. അവർ ഈ 2 പേര് അവർ പോയി ചെന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ. ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമം അവർക്ക് ശക്തി കൊടുത്തിരുന്നു. അവർ തിരിച്ചു വന്നിട്ട് എന്താ പറയാ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിച്ചു.
നിന്റെ നാമത്തിൽ ഞങ്ങൾ സുഖപ്പെടുത്തി, രോഗികളെ സുഖപ്പെടുത്തി. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇത് കേട്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞത്, പിശാച് സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഇടിത്തീ പോലെ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഈ ശിഷ്യന്മാരുടെ 72 ശിഷ്യന്മാരുടെ ശുശ്രൂഷയുടെ സമയത്ത് പൈശാചിക ശക്തികൾ ആകാശത്തിൽ നിന്ന് ഇടിത്തീ പോലെ നിലംപതിക്കുന്നത് യേശു നാമത്തിൽ പ്രസംഗിച്ചപ്പോൾ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ ഈ 72 പേരോടായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, പിശാചിനെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവര് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? ഇവര് പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായത്, ഇവര് കൈവയ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ സൗഖ്യം നടന്നത്, ഇവർ പിശാചുകളെ ബഹിഷ്കരിച്ചപ്പോൾ പിശാച് ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? യേശു നാമത്തിൽ അത് ചെയ്തത് കൊണ്ടാണ്. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ യേശു നമ്മുടെ കുടുംബത്തിൽ വേണം, പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മുടെ കുടുംബത്തിൽ വേണം. നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ കുടുംബങ്ങളാണ്. യേശുവിന് വേണ്ട പ്രാമുഖ്യം, പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൊടുക്കണം. അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. കുടുംബ പ്രാർത്ഥന ഡെയിലി വേണം, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന വേണം. ദൈവം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം. യേശുവില്ലാത്ത കുടുംബം ഇരുട്ടാണ്, ഈശോ ഇല്ലാത്ത കുടുംബം ഇരുട്ടാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കണം. അപ്പൊ ഈ 72 പേര് ഒരുമിച്ച് പോയി, ഈ 2 പേരായിട്ട് പോയി, അവർ അത്ഭുതങ്ങൾ ചെയ്തു യേശുനാമത്തിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, വേറെ 2 പേര് അതിലെപ്പോഴാ? യേശുവിന്റെ ഉത്ഥാനം കഴിഞ്ഞപ്പോൾ ജെറൂസലേമിൽ നിന്ന് ഭയപ്പെട്ട് 2 ശിഷ്യന്മാർ ഒളിച്ചോടി. ഈ 72 പേര് പോയത് സന്തോഷത്തോടെയാണ്, ധീരതയോടെയാണ്. അവര് തിരിച്ചു വരുന്നതും സന്തോഷത്തോടെയാണ്. കാരണം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ നാമം, ഈശോയുടെ നാമം അവർക്ക് ധൈര്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി. എന്നാൽ ഈ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര്, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്താ ചെയ്തേ? അവര് ഒളിച്ചോടി പോവാണ്. ജെറൂസലേമിൽ നിന്ന് ഒളിച്ചോടി, മരണഭയത്താൽ ഒളിച്ചോടി. കാരണം എന്താ? ജെറൂസലേമിൽ നിന്നാൽ യഹൂദ പ്രമാണിമാര് അവരെ കൊന്നുകളയും എന്ന് പേടിച്ചിട്ട് ഒളിച്ചോടി പോവാണ്. ഇങ്ങനെ ഒളിച്ചോടി പോകുമ്പോ ദൈവത്തെ ഉപേക്ഷിച്ചാണ് പോകുന്നത് എന്ന് ഓർക്കണം. കർത്താവ് കൂടെ ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 പേരെ പോകുന്നുള്ളൂ. പക്ഷെ അവരുടെ ഇടയിൽ ഒരു സമത്വമില്ല, കൂട്ടായ്മയില്ല, സ്നേഹമില്ല. എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവർ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാ ഈ 2 ശിഷ്യന്മാരെ കുറിച്ച്. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ തർക്കം തീരൂല, സമാധാനം ഉണ്ടാവില്ല. ദൈവവിശ്വാസമില്ലാത്ത കുടുംബത്തിൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ അത് വിജയിക്കുന്നു എന്ന് തോന്നലേ ഉള്ളൂ. ആത്യന്തികമായൊരു സമാധാനം, ആത്യന്തികമായൊരു സന്തോഷം, ആത്യന്തികമായൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാവില്ല. കർത്താവ് കൂടെ ഇല്ലാത്തിടത്തോളം കാലം സമാധാനം കൈവരില്ല. അതുകൊണ്ട് ദൈവമില്ലാത്ത കൂട്ടായ്മകൾ തർക്കത്തിൽ അവസാനിക്കുള്ളൂ. കർത്താവില്ലാത്ത കൂട്ടായ്മകൾ, അത് പ്രാർത്ഥനാ ഗ്രൂപ്പാണെങ്കിലും അങ്ങനെ തന്നെ, കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത, അനുരഞ്ജനമില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത, നമുക്കറിയാലോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്താ പറയാ? ഏക മനസ്സോടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വാക്യം, അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരന്മാരോടും ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. ഏക മനസ്സോടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിന്റെ അഭിഷേകം നിറയുക. അത് വേണം, ഏക മനസ്സോടെ. ഇവിടെ കർത്താവില്ലായിരുന്നു, അവിടെ കൂട്ടായ്മയില്ല, തർക്കം, വാഗ്വാദം, ഇതൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? അവരിങ്ങനെ തർക്കിച്ചു പോവാണ്, അവർക്ക് എല്ലാം ഉപേക്ഷിച്ചു പോകണം. ഈശോ അവരെ കൂടെ നടന്നു. ഈശോ കൂടെ നടന്നിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്. മോശയുടെ നിയമവും ഏലിയാ മുതലുള്ള പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് മനുഷ്യപുത്രൻ ഇതുപോലെ സഹിക്കുകയും മരിക്കുകയും വേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉത്ഥാനത്തിലുള്ള അവരുടെ വിശ്വാസത്തെ കർത്താവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പിന്നീട് പറയുന്നു, അവൻ നമ്മോട് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം എരിയുകയായിരുന്നില്ല. ദൈവവചനത്താൽ എരിയപ്പെട്ട ഹൃദയം അതവർക്കുണ്ടായി. അതിനുശേഷമാണ് അപ്പത്തിൽ അവർ ഈശോയെ കണ്ടത്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ഈ വലിയ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ഒരു പാട്ട് പാടി ആദ്യം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം കേട്ടോ. പ്രാണപ്രിയ എന്നുള്ള പാട്ട് നിങ്ങൾക്കറിയാം, പ്രാണപ്രിയ കേട്ടോ.
പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. കൈയടിച്ചോളാം. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. എല്ലാവരും നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും, കള്ളക്കോഴി. അതുപോലെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. കഴുകൻ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചിറകിന്റെ മുകളിൽ കൊണ്ടു നടക്കും. കഴുകൻ പറക്കാൻ പഠിപ്പിക്കും. അതുപോലെ കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടു നടക്കും. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. എണ്ണിയാ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നമ്മൾ കടന്നുപോയാൽ, കൂരിരുളിന്റെ താഴ്വരയിലൂടെ പോയാലും എന്റെ കർത്താവ് എന്റെ ഒപ്പമുണ്ട്. കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ പോയാലും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. എണ്ണിയാൽ തീരാത്ത വിധം അത്രയേറെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. ഇവിടെ നമുക്കൊന്ന് ചേർന്ന് കരമുയർത്തി പിടിച്ച് ഈശോ ഈശോ ഈശോയെ സ്തുതിക്കുന്നു. എല്ലാ മക്കളോടും കരുണയായിരിക്കട്ടെ, ആശീർവദിക്കണം ഈശോയെ. അത് തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. ജീവജലമാവുന്ന പരിശുദ്ധാത്മാവിനാൽ കർത്താവേ, എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ ബലിപീഠത്തിൽ ഒഴുകുന്ന നദി, ബലിപീഠത്തിന്റെ താഴെ നിന്ന് കിഴക്കോട്ടും വടക്കോട്ടും ഒഴുകുന്ന നദി
തള്ളിക്കൊണ്ടുപോകുന്ന പോലെ അരാബായിലെ വെള്ളത്തെ തള്ളിക്കൊണ്ടുപോയി കടലിലെ വെള്ളത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ നദി, ആത്മനദി, പരിശുദ്ധാത്മ നദി എല്ലാ മക്കളിലേക്ക് ഒഴുകട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7:37-38 ഈശോ പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് കുടിക്കുന്നവനിൽ നിന്ന് നിത്യജീവന്റെ ജലം നിർഗളിക്കും. ഈശോയുടെ ആത്മനദി, പരിശുദ്ധാത്മാവുന്ന നദി. സമരിയക്കാരി സ്ത്രീയോട് പറയുന്നു, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. യോഹന്നാൻ 4:1 ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന ജലം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ മക്കളുടെ മേൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ, പരിശുദ്ധമ്മയുടെ മേലും അപ്പോസ്തലന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിച്ച, ദൈവത്തിന്റെ ആത്മാവിനെ വർഷിച്ച അതേ അനുഭവം ഈ നിമിഷം എല്ലാ മക്കളിലേക്ക് വിടുതലായി, ശക്തമായി വിടുതലായി സംഭവിക്കട്ടെ. സൗഖ്യമായി വരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. തിരുവചനത്തിന്റെ അഭിഷേകത്തിൽ, തിരുനാമത്തിന്റെ മുദ്രയിൽ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ, രഹസ്യങ്ങളുടെ നിറവിൽ, ഈശോയുടെ പീഡാസനവും കുരിശുബന്ധവും ഉദ്ധാനവും വഴി നേടിയെടുത്ത രഹസ്യങ്ങളുടെ നിറവിൽ പിശാചിന്റെ തലതകർത്ത, ഉദ്ധാനം ജന്മം കൊടുത്ത രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ നെഞ്ചിച്ച് വേഷ്ടിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ കെട്ടുകൾ വഴിയട്ടെ, വിട്ടുപോകട്ടെ, സൗഖ്യം ലഭിക്കട്ടെ. പൈശാചിക ശക്തികളെ എല്ലാം വിട്ടുപോകട്ടെ. ഏറ്റവും സൈറ്റിൽ ഈശോയുടെ തിരുവചനം സഫലമാകട്ടെ, സാക്ഷാത്കരിക്കട്ടെ. ഈ നിമിഷം അഭിഷേകം തരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കഴിഞ്ഞ മണിക്കൂർ അഭിഷേകം നിറഞ്ഞ വചനപ്രസംഗവും ശുശ്രൂഷയും നടത്തിയത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പിള്ളി അച്ഛനാണ്. അച്ഛനെ ഏറെ നന്ദിയോടുകൂടെ ഈ വേദിയിൽ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ലൊരു കരഘോഷത്തോടെ ഈശോയ്ക്ക് നല്ലൊരു കൈയടി അച്ഛനെ പ്രതി നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുൻപ് നമ്മൾ സ്തോത്ര കാഴ്ച എടുക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ശുശ്രൂഷകൾ നമ്മളെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട സിബി ജോൺ ചന്ദ്രോത്ത് അച്ഛനാണ്. അച്ഛനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? എല്ലാവരും പരിപൂർണമായ നിശബ്ദതയോടെ ഈ സ്വരപരിധിയിലുള്ള എല്ലാവരും രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദിവസത്തിൻ്റെ ഹൃദയമായ ആരാധനയിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നാം കടക്കുമ്പോൾ 5 നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന്, നിൻ്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ 5 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ഈ വചനം ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട് 5 നിയോഗങ്ങൾ 5 സെക്കൻഡിൽ ഹൃദയത്തിലൂടെ കടന്നു പോകട്ടെ. നീ ഒരു വാക്ക് നിന്റെ ഹൃദയത്തിൽ ഉണരുന്നതിന് മുൻപേ അത് തിരിച്ചറിയുന്ന ദൈവം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്നു. വലത് കൈ ഉയർത്തി പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളി വിളിച്ചേ, ഈശോയേ. ഒന്നും കൂടി വിളിക്കാം, ഈശോയേ.
സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ശുശ്രൂഷകർ ഇപ്പം നിങ്ങളുടെ അരികിലേക്ക് നമ്മൾ സ്വസ്ത്രക്കാഴ്ചക്കായി കടന്നു വരികയാണ്. ഈ നിമിഷം നിങ്ങൾ 2 കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഞ്ഞുമ്മൽ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വേറെ ഒരു കാര്യവും പ്രാർത്ഥിക്കരുത്. ഇനി നടക്കാൻ പോകുന്ന 3 ദിവസത്തെ ശുശ്രൂഷകളെ വേറെ ഒന്നും സമർപ്പിക്കരുത്. ഓരോ അച്ഛന്മാരുടെയും മുഖം മനസ്സിൽ ധ്യാനിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ദൈവമേ, എന്നും ആത്മീയതയുടെ പ്രകാശഗോപുരമായി, കൃപയുടെ വിശുദ്ധ ബീജമായി എന്നും ഈ ധ്യാനകേന്ദ്രം ഉയർന്നു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്നും വിശുദ്ധരായ വൈദികർ കടന്നു വരട്ടെ. ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്നും വിശുദ്ധമായ ശുശ്രൂഷകൾ നടത്തപ്പെടട്ടെ. ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്നും വിശുദ്ധിയുള്ള ശുശ്രൂഷകളും സത്യസന്ധമായ വചന പഠനങ്ങളും നടക്കപ്പെടട്ടെ. ഇവിടെ ഈശോ മാനിക്കപ്പെടട്ടെ. ഇവിടെ പരിശുദ്ധമ്മ സഞ്ചരിക്കട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ വിയർപ്പിൻ്റെ ഭാഗമായ ഈ ചെറിയ ചെമ്പിൻ തുട്ടുകൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ഈ ധ്യാനകേന്ദ്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷകർ സ്വസ്ത്രക്കാഴ്ച എടുക്കുന്നതായിരിക്കും. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹം നിറഞ്ഞവര്, സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക. ദിവ്യകാരുണ്യനാഥന്റെ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ 5 നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 5 നിയോഗങ്ങൾ. ശക്തമായ ഒരു അഭിഷേകത്തിൻ്റെയും കൃപയുടെയും ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആരാധനക്കേറ്റം യോഗ്യനായ ദൈവം, ആരാധനയ്ക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നേ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നേ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന 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 ആരാധന. ഈശോയിലേക്ക് നോക്കി ഈ ബലിവേദിയിൽ നിന്റെ ദൈവമുണ്ടെന്ന് നീ അറിയുക, ആരാധിക്കുക, ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നമ്മുടെ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കാം. അറിവിലൂടെ വിശ്വാസം കടന്നു വരട്ടെ.
ഇതെന്റെ ദൈവമാണ്. ഈ തൂവെള്ളയോസ്തിയിൽ കത്തിയൊരുകുന്ന മുൾപ്പടർപ്പിൽ മോശയോട് സംസാരിച്ച ദൈവമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ ഒഴിഞ്ഞ കൽഭരണികൾ നിറവാക്കി മാറ്റിയ എൻ്റെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ കൂടെ നടന്നവൻ കുർബാനയാണെന്ന് ശിഷ്യന്മാരെ മനസ്സിലാക്കിയ ദിവ്യകാരുണ്യനാഥനുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഈശോ മാത്രമാണ് നിനക്ക് ഏകരക്ഷ. ഈ ഈശോ മാത്രമാണ് നിന്റെ എല്ലാ കിതപ്പുകൾക്കും നിന്റെ എല്ലാ അലച്ചിലുകളും അവസാനിക്കുന്നത് ഈ ദിവ്യകാരുണ്യനാഥന്റെ അരികിലേക്കാണ്. എത്ര ഓടിയാലും എത്ര കിതച്ചാലും ഈശോ നിന്റെ കൂടെയില്ലെങ്കിൽ നീ വീണുപോകും. ഇന്ന് വചനപ്രഘോഷണത്തിലോട് പറഞ്ഞില്ലേ, ഈശോ ഇല്ലാത്ത യാത്രകളും ഈശോ ഇല്ലാത്ത ആഘോഷങ്ങളും നിന്നെ നിരാശയിലേക്ക് നടത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നീ തിടുക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട, കർത്താവ് നിന്റെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിന്റെ പിൻകാവൽക്കാരൻ. നിന്റെ മുൻപിലും പുറകിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മകനാണ്, മകളാണ് നീ. ഈശോയിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, വിശ്വാസമെന്ന പുണ്യം എനിക്ക് നൽകണമേ. ഈ ലോകത്തിന്റെ മുള്ളുകൾ, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾ, ഈ ലോകത്തിന്റെ ജഡികതകൾ, ഈ ലോകത്തിന്റെ മായക്കാഴ്ചകൾ എന്നിൽ നിന്നും വിശ്വാസത്തെ എടുത്തു മാറ്റുമ്പോൾ കത്തിയൊരുകുന്ന ദിവ്യകാരുണ്യമായി നീ എൻ്റെ ഉള്ളിൽ നിറയണമേ. ഈശോയിലേക്ക് നോക്കി നമുക്ക് ഗായക സംഘത്തോടൊപ്പം ഒരുമിച്ച് ആലപിക്കാം. കാണുന്നു ഞാൻ ഈശോയുടെ രൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയുടെ രൂപം. ഈ കൊച്ചു ചെയ്തമേകുന്നു ഞാൻ ഈ ബലിയെന്നും, ഈ കൊച്ചു ചെയ്തമേകുന്നു ഞാൻ ഈ ബലിയെന്നും. കൈകൾ വീശിക്കൊണ്ട് അതിപോലും ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പൂർണ്ണമായി നമ്മെ തന്നെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായത്തിൽ പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈശോയിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലേ? നിനക്ക് നിന്റെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നു വരുന്നില്ലേ? ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നിൽ വിശ്വാസം നൽകണമേ, ആരാധിക്കുവാനുള്ള ഒരു ഹൃദയം നൽകണമേ, പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഹൃദയം നൽകണമേ. ദിവ്യകാരുണ്യമാണ് എല്ലാത്തിൻ്റെയും മുകളിൽ. നീ നടന്നു പോകുമ്പം ഈ ദിവ്യകാരുണ്യനാഥൻ നിന്റെ കൂടെ ഇറങ്ങി വരണം. നീ പ്രാർത്ഥിക്കണം നെഞ്ചി കൈവച്ച്, ദൈവമേ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പള്ളിയിലച്ചന്മാരെക്കാൾ, എല്ലാ സിസ്റ്റേഴ്സിനേക്കാൾ, എല്ലാ ശുശ്രൂഷകരെക്കാൾ, ഇവിടെ കൂടിയ എല്ലാ ജനത്തെക്കാൾ കൂടുതൽ കൂടുതൽ ആത്മാവിനെ എനിക്ക് നൽകണമേ. കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെ നീ എനിക്ക് നൽകണമേ. എലീഷ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് അതൊരു ആത്മീയമായ സ്വാർത്ഥതയാണ്. ഈ ലോകത്തെ ആരേക്കാൾ എനിക്ക് എൻ്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. ഈ ലോകത്തെ ആരേക്കാൾ കൂടുതലായി പരിശുദ്ധാത്മാവിനെ അധികമായി എനിക്ക് സ്വീകരിക്കാൻ സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ദൈവമേ, ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാനും ദൈവത്തിൻ്റെ വചനത്താൽ നിറയുവാനും നീ എന്നെ അനുഗ്രഹിക്കണമേ. രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയിലേക്ക് നോക്കി അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഭക്തിയോടെ ഏറ്റു ചൊല്ലുക. ദിവ്യകാരുണ്യനാഥ,
ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യനാഥ, ഞാൻ അങ്ങയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, വിശുദ്ധമായ വിശുദ്ധമായ ഈ ബലിപീഠത്തിൽ ഈ ബലിപീഠത്തിൽ ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നെയും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തെയും എന്റെ തൊഴിൽ മേഖലകളെയും എന്റെ തൊഴിൽ മേഖലകളെയും എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ എല്ലാ പാപമേഖലകളെയും എല്ലാ പാപമേഖലകളെയും അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, അങ്ങയുടെ അങ്ങയുടെ അഭിഷിക്തരുടെ അഭിഷിക്തരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ കേൾക്കുകയും കേൾക്കുകയും അങ്ങയുടെ ജനത്തിന്റെ അങ്ങയുടെ ജനത്തിന്റെ മുറിവുകൾ മുറിവുകൾ അങ്ങ് ഒപ്പിയെടുക്കുകയും ഒപ്പിയെടുക്കുകയും ചെയ്യണമേ. ചെയ്യണമേ. ഈശോയെ, ഈശോയെ, തിരുരക്തത്താൽ തിരുരക്തത്താൽ നീ എന്നെ നീ എന്നെ കഴുകണമേ. കഴുകണമേ. തിരുരക്തക്കടലിൽ തിരുരക്തക്കടലിൽ നീ എനിക്ക് നീ എനിക്ക് സ്നാനം നൽകണമേ. സ്നാനം നൽകണമേ. യേശുവേ, യേശുവേ, ഞാൻ അങ്ങയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യനാഥ, ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ കുടുംബവും അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ആശ്രയിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. രണ്ട് കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ച് ഒരൊറ്റ സ്തുതിപ്പ് നടത്തിയ ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരുടെ കരങ്ങളും ഉയരുന്നു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ബലിപീഠത്തിനും ദൈവജനത്തിനും മധ്യേ പുരോഹിതർ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. വൈദികർ ഈ നിമിഷം അങ്ങേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും താഴാതിരിക്കട്ടെ. ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച്, ചങ്ക് പൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ച്, എന്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ഈ ദിനങ്ങൾ നീ ഒരുക്കി വെച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ പാപജീവിതം വിട്ടുപേക്ഷിക്കാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, നീ എന്റെ ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഒറ്റ വിളി വിളിച്ച് ഈശോയെ, 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 ഈശോയെ. നമുക്ക് ഒരുമിച്ച് പാട്ട് പാടി യേശുവിനെ ആരാധിക്കാം. കൈകളടിച്ച് ശക്തിയോടെ, ഒരാ ശക്തിയോടെ കൈകളടിക്കാം. നല്ല ഉഷാറോടെ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ശക്തിയോടെ കൈകളടിച്ച് ശക്തിയോടെ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണ് ഈ ഗാനം. സന്തോഷത്തോടെ കൈകളടിച്ച് ഈശോയെ പാട്ടുപാടി ആരാധിക്കാം. സ്തുതിസ്തുതിയും മനമേ, സ്തുതികളിലും മനമേ, നാദം നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുവതിയെന്നും മനമേ, പാടുവതിയെന്നും മനമേ. ഒരുമിച്ച് പാടാം. സ്തുതിസ്തുതിയും മനമേ, സ്തുതികളിലും മനമേ, നാദം നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുവതിയെന്നും മനമേ, പാടുവതിയെന്നും മനമേ. രണ്ട് കൈകൾ ശിരസ്സിന് മുകളിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ച്. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ രോഗത്തിന്റെയും ശാപത്തിന്റെയും അബദ്ധ വികാരത്തിന്റെയും വിചാരത്തിന്റെയും എല്ലാ അപകടത്തിന്റെയും പടുമരണത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്ന് ഈ മനുഷ്യരെ മോചിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വച്ചു കൊടുക്കും. അവൻ പൂട്ടിയാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും പൂട്ടുകയില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സർവശക്തനും നിത്യനുമായ ദൈവമേ, അയോഗ്യനും ബലഹീനരുമായ വൈദികരിലൂടെ അങ്ങ് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ജനത്തിന്റെ മുറിവുകൾ വച്ചു കെട്ടുന്നതിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആയിരിക്കുന്ന മക്കളുടെ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന ഈ സ്വരപരിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും അശുദ്ധിയുടെയും പാപത്തിന്റെയും ജഡികതയുടെയും രോഗത്തിന്റെയും എല്ലാ ബന്ധനങ്ങളെയും യെശയ്യാ പ്രവാചകൻ 22:22-ന്റെയും മത്തായി 18:18-ന്റെയും ലൂക്ക 10:18-19-ന്റെയും വചനത്തിന്റെ ശക്തിയാൽ
ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ നാമത്തിൽ ശക്തമായി പറയുന്നു. ഒരൊറ്റ വിളി വിളിച്ച ഈശോയേ എന്ന് വിളിച്ചേ. പോരാ, വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. കൈകളടിച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടി യേശുവിനെ ആരാധിക്കാം. അമ്മയെ പോലെ നഭൻ കാലോലിച്ചണച്ചിടുന്നു. അമ്മയെ പോലെ നഭൻ കാലോലിച്ചണച്ചിടുന്നു. സമാധാനമകിടം തുറക്കാൻ തന്റെ മകൾ ദിനം ദിനമാ. സമാധാനമകിടം തുറക്കാൻ തന്റെ മകൾ ദിനം ദിനമാ. തന്റെ മകൾ ദിനം ദിനമാ. കൈകൾ ഉയർത്തി സ്തുതി സ്തുതിയും മനമേ, സ്തുതികളിലും നഗരേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുകയും മനമേ, പാടുകയും മനമേ. സ്നേഹമുള്ളവരെ, എല്ലാവരും മുട്ടുകുത്തി കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിച്ച് വലിയൊരു നിശബ്ദത ഈശ്വര പരിധികളിൽ നിറങ്ങിയിട്ട് ഒരാൾ പോലും ഇടതുവശത്തോ വലതുവശത്തോ നോക്കരുത്. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഏലിയ പ്രവാചകൻ ഹോറബ് മലയിൽ ദൈവത്തിൻ്റെ വരവിനായി കാത്തിരുന്നു. അതിശക്തമായ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു. അതിനുശേഷം ഒരു വലിയ കൊടുങ്കാറ്റ് ഹോറബ് മലയെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നുപോയി. ആ കൊടുങ്കാറ്റിലും ദൈവമില്ലായിരുന്നു. ഒരു തുള്ളിക്കൊരു കുടം പോലെ മഴ ഹോറബ് മലയിൽ പെയ്തൊഴിഞ്ഞു. ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ വരവിനായി ആ ഗുഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർമ്മലമലയിൽ നിന്നും ഒരിളം കാറ്റ് ഹോറബ് മലയിലേക്ക് കടന്നു വരികയും ഏലിയ പ്രവാചകനെ തഴുകിക്കൊണ്ട് ആ ഇളം കാറ്റ് കടന്നുപോയി. ആ ഇളം കാറ്റിൽ ദൈവം ഏലിയായോട് സംസാരിച്ചു. ഏലിയ, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ പ്രതിവചിച്ചു, ഞാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി അതീവ തീഷ്ണതയാൽ ജ്വലിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് അലച്ചിലുകൾ അവസാനം ഓടി വന്നതാണ് ഏലിയ ഈ ഹോറബ് മലയിലേക്ക്. മരണഭീതിയോടെ ഓടി വന്നവൻ ഇവിടെ ദൈവത്തിൻ്റെ മുൻപിൽ ശാന്തമാകുന്നു. ഈ സ്വരപരിധിയിലുള്ള എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ദൈവത്തെ അനുഭവിക്കുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ശാന്തമാവുക. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ദൈവത്തെ മനസ്സിലാക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം ഹൃദയത്തിൽ മൗനമായി ഉരുവിടുക. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് ഞാനാണ്. നിത്യമായ സരളവൃക്ഷവും ഞാൻ തന്നെ. അല്ലയോ ഇസ്രായേലേ, അന്യദേവന്മാരുമായി നിനക്കെന്ത് ബന്ധം? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവിൻ. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് നൽകും. നീ നിലവിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കണ്ണു തുറന്ന്
ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കുമ്പോൾ നിന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഈശോയുടെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഉള്ളിലെ മുറിവുകൾ ഉണക്കുന്ന ദൈവമേ, എൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുന്ന കുഞ്ഞോളമായി നീ എന്നെ തഴുകുന്നു. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ഒരുമിച്ച് പാടിയേ. ആഴത്തിൽ അനന്തമ ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. സ്നേഹം നിറഞ്ഞവരെ, കരതെറ്റിക്കടലാകെ ഇളകുമ്പോൾ, ഉലയുമ്പോൾ എൻ്റെ അരികിലേക്ക് ചാരെ കടന്നു വരുന്ന ദൈവം, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോൾ, എൻ്റെ മക്കൾ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ, ഇച്ഛിക്കുന്ന നന്മ ചെയ്യുവാൻ സാധിക്കാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോയി ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പൊഴിക്കുന്ന കണ്ണുനീരുകൾ, ഈശോയെ, ഞാൻ നിന്നിലേക്ക് നോക്കുന്നത് എൻ്റെ ദൈവത്തെ നോക്കുന്നതിനല്ല, എനിക്ക് ജന്മം നൽകി എൻ്റെ അപ്പനെ നോക്കുന്നത് പോലെയാണ്. എനിക്ക് വേണ്ടി വിശുദ്ധിയുടെ ഗർഭപാത്രം ഒരുക്കി വെച്ച അമ്മയെ പോലെയാണ് ഞാൻ നിന്നെ നോക്കുന്നത്. എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? നീയല്ലേ എന്നെ ഈ ബലിപീഠത്തിലേക്ക് ചാര വിളിച്ചത്? നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ മുറിവുകൾ വെച്ച് കെട്ടാം? നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ കണ്ണുനീരൊപ്പം? ഈശോയെ, എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. നീയാണ് എൻ്റെ അപ്പൻ, നീയാണ് എൻ്റെ അമ്മ. വീണു പോകുമ്പോൾ താങ്ങുന്ന എൻ്റെ ചേട്ടൻ നീയാണ്. എൻ്റെ കണ്ണുനീരിലേക്ക് എൻ്റെ കണ്ണു തുടക്കുന്ന ജീവിത പങ്കാളിയും നീ തന്നെ. ഈശോയെ, നീ എന്നിലേക്ക് കടന്നു വരണമേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ, അഴലുമ്പോൾ മറപറ്റി അണയുമേ സാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ, അഴയുമ്പോൾ മറപറ്റി അണയുമേ സാരേ. തകരുന്ന തോണി ആഴങ്ങൾ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണി ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ഒരുമിച്ച് എല്ലാവർക്കും പാടാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിൽ തേടുന്ന ദൈവം. ഈശോയിലേക്ക് നോക്കാം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിൽ തേടുന്ന ദൈവം. ഈശോയിലേക്ക് നോക്കി. ഇന്ന് ദൈവം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരും. ഇന്ന് ദൈവം നിന്നെ വിശദീകരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. വിശ്വാസത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പറയുന്നില്ലേ, നീ വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. 4-ാം ദിനം അഴുകിയ ലാസർ ഉത്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് പോലെ, പുതുജീവിതത്തിലേക്ക് കടന്നതുപോലെ, നിന്റെ അഴുകിയ ജഡികതകളാൽ, വെറുപ്പിനാൽ, പാപത്താൽ അഴുകിയ നീ ഇതാ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നീ പുതുജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ കുടുംബത്തിൽ അഴുകിയ ജീവിതം നയിക്കുന്ന നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, ബന്ധിക്കപ്പെട്ട കെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ വചനം കടന്നു വരുവാൻ, ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരുവാൻ, ദൈവത്തിന്റെ ഉത്ഥാനം, പുതുജീവിതം കടന്നു വരുവാൻ നീ വിശ്വസിക്കുക. നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും പുതുജീവിതവും ഈശോ കൊണ്ടുവരും.
യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അല്ലയോ ബന്ധനസ്ഥനായ ജെറുസലേമേ, നീ നിന്റെ കഴുത്തിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. അല്ലയോ ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നീ നിന്റെ ചാരത്തിൽ നിന്നും തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ഇത് നിന്റെ ഉത്ഥാനത്തിന്റെ സമയമാണ്, ബുദ്ധിജീവിതത്തിന്റെ സമയമാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാ ധ്യാന കേന്ദ്രത്തെയും സമർപ്പിക്കാം, എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും സമർപ്പിക്കാം, എല്ലാ വചനപ്രഘോഷങ്ങളെയും സമർപ്പിക്കാം, ആരാധന നടത്തുന്ന ശുശ്രൂഷ നടത്തുന്ന എല്ലാവരെയും സമർപ്പിച്ചു